ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ പരിസര പഠനം EVSന്റെ പാദവാർഷിക മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം മലയാളം മീഡിയമാണ് നോക്കുന്നത്, ഉടൻ തന്നെ ഇംഗ്ലീഷ് മീഡിയം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ്, മലയാളം എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട്. 15 മിനിറ്റ് ചോദ്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ആദ്യത്തെ പ്രവർത്തനത്തിന് എന്തായാലും ഉത്തരം എഴുതണം. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങൾ 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. കേരളത്തിലൂടെ തന്നിരിക്കുന്ന സൂചനകളുടെ സഹായത്തോടെ കേരളത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 1956 നവംബർ 1 രൂപം കൊണ്ടു 14 ജില്ലകൾ, തലസ്ഥാനം തിരുവനന്തപുരം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംസ്ഥാനങ്ങളിലൊന്ന്, പ്രകൃതി സുന്ദരമായ നാട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മളൊരു കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതാം? ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം. 1956 നവംബർ 1 ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടു. മലയാളമാണ് ഔദ്യോഗിക ഭാഷ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. തിരുവനന്തപുരമാണ് തലസ്ഥാനം. 14 ജില്ലകളാണ് ഈ സംസ്ഥാനത്തിന് ഉള്ളത്. പ്രകൃതി സുന്ദരമായ നാടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ എഴുതാം. ഒന്നുകൂടെ വായിക്കാം. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം. 1956 നവംബർ 1 ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടു. മലയാളമാണ് ഔദ്യോഗിക ഭാഷ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. തിരുവനന്തപുരമാണ് തലസ്ഥാനം. 14 ജില്ലകളടങ്ങിയ ഈ സംസ്ഥാനം പ്രകൃതി സുന്ദരമായ നാടാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിന്റെ സംസ്ഥാന ചിഹ്നങ്ങളായവ കണ്ടെത്തി വട്ടം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ളത് തേക്ക്, ആന, ആൽമരം, കണിക്കൊന്ന, കരിമീന്, കടുവ, തെങ്ങ്, വരയാട്. ഇതിലേതൊക്കെയാണ് കേരളത്തിലെ സംസ്ഥാന ചിഹ്നങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന് ആന, അതുപോലെ തന്നെ കണിക്കൊന്ന, കരിമീന്, തെങ്ങ്. അപ്പോൾ ഈ 4 എണ്ണത്തിനാണ് കൂട്ടുകാർ വട്ടം വരയ്ക്കേണ്ടത്. ആന, കണിക്കൊന്ന, കരിമീന്, തെങ്ങ്. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല എന്ന് പറയുന്നത്. ഇനി പ്രവർത്തനം 2ലേക്ക് കടക്കാം. നാം നമ്മുടെ പരിസ്ഥിതി ദിനാചരണത്തോട് അനുബന്ധിച്ച് പരിസര മലിനീകരണം എന്ന വിഷയത്തിൽ മിന്നു വരച്ച ചിത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ചിത്രം കൂട്ടുകാർ നോക്കണം. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണുന്നുണ്ട് അല്ലേ? എന്താണ്? ആ പുഴയിലോ ഫുള്ള് പ്ലാസ്റ്റിക് ഒക്കെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഫാക്ടറിയിൽ നിന്ന് വായുവൊക്കെ പോകുന്നുണ്ട്. അവിടെ നിന്നുള്ള മലിനമായ വേസ്റ്റൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. ചിത്രത്തിലേതുപോലെ പരിസ്ഥിതിക്ക് ദോഷകരമായ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് മനുഷ്യൻ നടത്തുന്നത്? പട്ടിക പൂർത്തിയാക്കൂ. 1 തന്നിട്ടുണ്ട് വനനശീകരണം. പിന്നെന്താണ്? ഫാക്ടറിയിലെ മാലിന്യങ്ങൾ, അതുപോലെ രാസവസ്തുക്കളുടെ അമിത ഉപയോഗം, മണൽ വാരൽ, പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ നിക്ഷേപം, അന്തരീക്ഷ മലിനീകരണം. ഒന്നുകൂടെ പറയാം. വനനശീകരണം, ഫാക്ടറിയിലെ മാലിന്യങ്ങൾ, രാസവസ്തുക്കളുടെ അമിത ഉപയോഗം, മണൽ വാരൽ, പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ നിക്ഷേപം, അന്തരീക്ഷ മലിനീകരണം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ പരിസ്ഥിതി നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പരിസ്ഥിതി സംരക്ഷണ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കുവാൻ മിന്നു തീരുമാനിച്ചു. നിങ്ങളും ഒരു പോസ്റ്റർ തയ്യാറാക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഭംഗിയുള്ള അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നല്ല ഒരു ചിത്രം വരക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ പോസ്റ്ററിൽ എന്തെങ്കിലും ചെറിയ വാക്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഇപ്പോൾ ഇവിടെ എന്താണ്? അന്തരീക്ഷ മലിനീകരണം തടയുക, അല്ലെങ്കിൽ മലിനീകരണം തടയുക, പ്രകൃതി നമ്മുടെ സമ്പത്താണ്, അതിനെ ഒരിക്കലും നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചെറുതെന്തെങ്കിലുമൊക്കെ എഴുതി ചേർത്താൽ മതി. അടുത്ത പ്രവർത്തനം നോക്കാം. ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ഡാഷ്. എന്താണത്? ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ആവാസ വ്യവസ്ഥ എന്നുള്ളതാണ്. ഇനി പ്രവർത്തനം 3ലേക്ക് കടക്കാം. സസ്യലോകം. തന്റെ വീട്ടുപരിസരത്ത് മിന്നു കണ്ട ചില സസ്യങ്ങളുടെ പേരുകളും പ്രത്യേകതകളുമാണ് താഴെ നൽകിയിരിക്കുന്നത്. തന്നിരിക്കുന്ന വിവരങ്ങൾ ക്രമപ്പെടുത്തി ചുവടെ തന്നിരിക്കുന്ന ആശയഭൂപടം പൂർത്തിയാക്കുക. എന്തൊക്കെയാണ്? തെങ്ങ്, പുല്ല്, ചെമ്പരത്തി, പ്ലാവ്, പയറ്, കരിമ്പ്, സമാന്തര ശിരാവിന്യാസം, ജാലിക ശിരാവിന്യാസം, തായ്വേര് പടലം, നാരുവേര് പടലം. ഇത്രയുമാണ് തന്നിട്ടുള്ളത്.
ആശയഭൂപടം നോക്കൂ, സസ്യങ്ങൾ അല്ലെ, അതിൻ്റെ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സസ്യങ്ങൾ അല്ലെ, പിന്നെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഓക്കെ, വേരുപടലം സവിശേഷത, സിരാവിന്യാസം സവിശേഷത. അപ്പോൾ അവിടെ വേരുപടലം സവിശേഷത എന്നുള്ളിടത്ത് നമ്മൾ എന്ത് എഴുതണം? ഇവിടെ പയറാണ്, അപ്പോൾ അവിടെ തായ് വേരാണ് അല്ലെ, തായ് വേര് പടലം എന്നെഴുതുക. പിന്നെ സിരാവിന്യാസത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം, ജാലിക സിരാവിന്യാസം. ഉദാഹരണങ്ങൾ ഏതൊക്കെ എഴുതാം? പ്ലാവ്, പയറ്, ചെമ്പരത്തി. പയർ ഓൾറെഡി ഉണ്ട് അവിടെ, അപ്പോൾ പ്ലാവും ചെമ്പരത്തിയും എഴുതി കൊടുത്താൽ മതി. അടുത്തത് വേരുപടലം സവിശേഷതയാണ്, അവിടെ നാരുവേരുപടലമാണ്. സിരാവിന്യാസത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് സമാന്തര സിരാവിന്യാസമാണത്. ഉദാഹരണങ്ങൾ തെങ്ങ് തന്നിട്ടുണ്ട്, അതുപോലെ കരിമ്പ്, പുല്ല്. ഇത് രണ്ടും കൂടെ നിങ്ങൾ എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ശരിയോ തെറ്റോ? തായ്വേര് പടലമുള്ള സസ്യങ്ങളിലെ വേരുകൾ കൂടുതൽ ആഴത്തിൽ വളരുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ശരിയാണ്. തായ്വേര് പടലമുള്ള സസ്യങ്ങളുടെ വേരുകൾ നല്ല ആഴത്തിലാണ് ഉണ്ടാവുക. അപ്പം അത് ശരിയാണ്. പ്രവർത്തനം 4, വിത്തിനുള്ളിലെ ജീവൻ. ലഘു പ്രൊജക്ടിന്റെ ഭാഗമായി മിന്നു ചെയ്ത വിത്ത് മുളപ്പിക്കലിന്റെ വിവിധ ഘട്ടങ്ങളുടെ ചിത്രങ്ങൾ ചുവടെ തന്നിരിക്കുന്നു. വിത്ത് 1, വിത്ത് 2. ചിത്രങ്ങൾ നിരീക്ഷിച്ച് ചുവടെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കൂ. ശരിയായ കോളത്തിൽ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോന്നും ടിക്ക് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത് നോക്കൂ. വേരുപടലം, സിരാവിന്യാസം, ബീജപത്രങ്ങളുടെ എണ്ണം. അപ്പോൾ ഇവിടെ വിത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഒരു പയർ പോലത്തെ വിത്താണ്. രണ്ടാമത്തെ വിത്ത് 2 എന്ന് പറയുന്നത് എന്താണ്? ഒരു പയറാണല്ലേ. അപ്പോൾ അവിടെ വേരുപടലം വിത്ത് 1 എങ്ങനെയുള്ളതാണ്? വിത്ത് 1ന്റെ വേരുപടലം എന്ന് പറയുന്നത് ഏത് വേരാണെന്നാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. ഏതാണ്? നാരുവേര് പടലമാണ്. ഓക്കെ, നാരുവേര് പടലമാണ്. ഇനി അതിന്റെ സിരാവിന്യാസം എന്ന് പറയുന്നത് സമാന്തര സിരാവിന്യാസമാണ്. ബീജപത്രങ്ങളുടെ എണ്ണം 1 ആയിരിക്കും. ഇനി വിത്ത് 2 പയറാണ്. അതിന്റെ വേര് പടലം എന്ന് പറയുന്നത് തായ്വേര് പടലമായിരിക്കും. തായ്വേര് പടലമായിരിക്കും. ഇനി സിരാവിന്യാസം എന്ന് പറയുന്നതോ ജാലിക സിരാവിന്യാസമാണ്. ഇനി ബീജപത്രങ്ങളുടെ എണ്ണം എത്രയാണ്? നമ്മൾ പറഞ്ഞു 2 എണ്ണമാണുള്ളത്. അപ്പോൾ അവിടെ 2 എന്നതിലും ടിക്ക് കൊടുക്കുക. ഇനി വിത്ത് മുളക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം, അതിനെ നമ്മൾ പറയുന്നത് ബീജമൂലം എന്നുള്ളതാണ്. ബീജമൂലം. ഇനി ബീജശീർഷം വളർന്ന് സസ്യത്തിന്റെ ഏതു ഭാഗമായി മാറുന്നു? ശരിയുത്തരം ചെയ്യുക. പൂവ്, കാണ്ഡം, ഇല, വേര്. ഏതാണ്? കാണ്ഡമായിട്ടാണ് ബീജശീർഷം വളർന്നിട്ട് ആവുന്നത്. അപ്പോൾ അവിടെ കാണ്ഡം എന്നതാണ് ശരിയായ ഉത്തരം. ഇനി പ്രവർത്തനം 5 സ്വാതന്ത്ര്യ സമര ചരിത്രമാണ്. ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ നടന്ന ചിത്ര പ്രദർശനത്തിൽ കണ്ട ഒരു ചിത്രം ചുവടെ കൊടുത്തിരിക്കുന്നു. ചിത്രം നമുക്ക് അത്ര ക്ലിയർ ഇല്ല. ഓക്കെ, ഇനി ചിത്രവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ മിന്നു തന്റെ ഡയറിയിൽ കുറിച്ചിരിക്കുന്നു. വായിക്കൂ. ആൾക്കൂട്ടത്തിനു നേരെ വെടിയുയർക്കുവാൻ ജനറൽ ഡയർ ഉത്തരവിട്ടു. 100 കണക്കിന് ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 1919 ഏപ്രിൽ 13 ബ്രിട്ടീഷ് അതിക്രമങ്ങൾക്കെതിരെ സമാധാനപരമായി പ്രതിഷേധിച്ച സമ്മേളനം. പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് മൈതാനം. ഇന്ത്യക്കാർക്കെതിരെയുള്ള ബ്രിട്ടീഷുകാരുടെ ക്രൂരത. ഇത്രയുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി എന്താണ് ചോദ്യം? ഡയറിയിലെ സൂചനകൾ ഉപയോഗിച്ച് ഈ സംഭവത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഉചിതമായ തലക്കെട്ട് കൂടി നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സംഭവം എന്ന് പറയുന്നത് ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. അപ്പോൾ ഹെഡിങ് ആയിട്ട് നമുക്ക് തലക്കെട്ടായിട്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് കൊടുക്കാം. അതിനുശേഷം ഇതിലെ പോയിന്റുകളൊക്കെ ഒന്ന് എടുത്തെഴുതിയാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കും കൂടെ നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ട് ആ ഭാഗം ഒന്ന് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ 1919 ഏപ്രിൽ 13 നടന്നത്. ഇന്ത്യയിലെ 100 കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. ഇനി ഇതിലെ ചിത്രവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ കണ്ടെത്തി വരച്ചു യോജിപ്പിക്കാൻ പറയുന്നുണ്ട്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതിലെ അവസാനം കാണുന്ന ആളാണ്. ഇനി ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഈ 3ാമതുള്ള ആളാണ്. ഇനി നവംബർ 14 ജനിച്ചു. ചാച്ചാജി എന്നറിയപ്പെടുന്നത് 1ാമതുള്ള നെഹ്റുവാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് 2ാമത്തെ ചിത്രമാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നിങ്ങളിത് യോജിപ്പിക്കേണ്ടത്. ഇനി ഇതിലെ പ്രവർത്തനം 6 നോക്കാം. മിന്നുവിന്റെ ചിത്രശേഖരം. തന്റെ ശേഖരണ പുസ്തകത്തിൽ ഒട്ടിക്കാനായി മിന്നു ശേഖരിച്ച ചിത്രങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? തവള, നീരാളി, അതുപോലെ തന്നെ
അണ്ണാന്, പരുന്ത്, മത്സ്യം, ആന, ഡോൾഫിൻ ഇതൊക്കെയാണ് ഉള്ളത്. ചിത്രത്തിലെ ജീവികളെ ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിൽ തരംതിരിക്കാനാണ് പറയുന്നത്. കരയിൽ മാത്രം ജീവിക്കുന്നവ ഏതൊക്കെയാണ്? ആന, അണ്ണാന്, പരുന്ത്. ആന, അണ്ണാന്, പരുന്ത്. വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നവ മത്സ്യം, ഡോൾഫിന്, നീരാളി. ഇനി കരയിലും വെള്ളത്തിലും ജീവിക്കുന്നത് തവള. അപ്പൊ ഇങ്ങനെയാണ് കൂട്ടുകാർ ഇത് ചെയ്യേണ്ടത്. ഇനി അവസാനത്തെ ചോദ്യം, മത്സ്യത്തിന് വെള്ളത്തിൽ ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷതകൾ എന്തെല്ലാമെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? പരന്ന ചിറകുകളും വാലുകളും അതിനെ നീന്താനും വ്യത്യസ്ത ദിക്കിലേക്ക് സഞ്ചരിക്കാനും സഹായിക്കുന്നു. ബോട്ട് പോലെയുള്ള അതിൻ്റെ ആകൃതി വെള്ളത്തിലെ സഞ്ചാരം എളുപ്പമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ 2 പോയിന്റ് നിങ്ങളവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. എല്ലാ ഭാഗങ്ങളും കൂട്ടുകാർ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.